ഇതെല്ലാം കേട്ട് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോ ചിരിച്ചു. ആ ആത്മാവ് സന്തോഷം കൊണ്ട് ചിരിച്ചു കൊണ്ടിരുന്നു. രാവിലെ ജിത്തുവിൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് ആത്മജ എണീക്കാതെ കിടന്നു. അവൻ കണ്ണുകൾ തുറന്ന് അവളുടെ നെറുകയിൽ ഒരു ചുംബനമേറ്റ് അവളൊന്ന് ഞൊളിഞ്ഞ് പിരിഞ്ഞുകൊണ്ട് ഉറക്കത്തിലേക്ക് തന്നെ പോയി. ഈ പെണ്ണ്, അവൻ അവളെ കുറച്ചുകൂടി ഇറുകി പിടിച്ച് കിടത്തിക്കൊണ്ട് പറഞ്ഞു. വീണ്ടും അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ജിത്തുവേട്ടാ. ആത്മജയുടെ വിളി കേട്ട് ജിത്തു കണ്ണു തുറന്നു നോക്കുമ്പോൾ ചായക്കപ്പ് അവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് ചിരിയോടെ ആത്മജ മുന്നിൽ. ഇതെപ്പം എണീറ്റ് പോയി? അവന് അതിശയം തോന്നി. ഉറക്കത്തിൽ ഒരു ബോധവുമില്ല ഏട്ടന്. അവൾ ഗൗരവപൂർവ്വം പറഞ്ഞു. ആണോ? എന്നാ ഇവിടെ വാടി. അവളുടെ വർത്തമാനം കേട്ട് അവന് ചിരി വന്നു. അവളെ പിടിച്ച് കട്ടിലേക്ക് ഇട്ടിട്ട് അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം പൊയ്ത്തി. അവൾ വിറച്ചുപോയി. ഇന്നലെ വേദനിച്ചോ എൻ്റെ കുട്ടിക്ക്? അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് കണ്ണിൽ നോക്കി ചോദിച്ചു. അവളുടെ കവിൾ ചുവന്നു. അവളുടെ മുഖത്ത് നാണം തെളിഞ്ഞു വന്നു. എന്താ നാണം? നമുക്കൊന്ന് ഈ നാണം മാറ്റിയാലോ? അവൻ അവളുടെ ചുണ്ട് സ്വന്തമാക്കിക്കൊണ്ട് ചോദിച്ചു. ഇരുവരുടെയും ശ്വാസഗതി മാറി തുടങ്ങി. പെട്ടെന്നാണ് ടേബിളിൽ ഇരിക്കുന്ന ജിത്തുവിൻ്റെ ഫോൺ ശബ്ദിക്കുന്നത്. അവൻ അത് ശ്രദ്ധിക്കാതെ അവളെ വിട്ടുമാറാതെ അവളുടെ ഉടലിൽ അവൻ്റെ കൈകൾ കൊണ്ട് കുസൃതി ഒപ്പിക്കുകയായിരുന്നു. ഫോൺ എടുക്ക്. അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് കിതപ്പടക്കി ചിരിയോടെ പറഞ്ഞു. അത് പോട്ടെ. അവൻ അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് കൊണ്ട് പറഞ്ഞു. ആരെന്ന് നോക്ക്, ഇല്ലെങ്കിൽ വീണ്ടും കോൾ വരും. മൂന്നാമത്തേതാണ്. അവനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. കോപ്പ്. അവൻ അവളെ വിട്ട് ദേഷ്യത്തിൽ കൈ എത്തിച്ചെടുത്തു. അവൻ്റെ ദേഷ്യം കണ്ട് ആത്മജ ഉറക്കെ ചിരിച്ചു. ഫോണിന് ഇന്ദ്രൻ എന്ന് കണ്ടപ്പോൾ ജിത്തു വേഗം കോൾ കണക്ട് ചെയ്ത് ചെവിയോട് ചേർത്തു. കോൾ എടുത്ത വഴി ചെവി പെട്ടെന്ന് തെറിയാണ് വന്നത്. എടാ, ഉറങ്ങിപ്പോയി, സോറി, ജിത്തു അടുത്ത തെറിക്ക് മുൻപ് പറഞ്ഞു. 3 കോൾ വിളിച്ചു. അത് പോട്ടെ, നീ കേട്ടത് ബോനസാണ്. നിന്റെ വൈഫ് എവിടെ? ഇന്ദ്രൻ്റെ ദേഷ്യം ഒന്ന് ശമിച്ചു. ദേ ഇവിടെ എൻ്റെ കൂടെയുണ്ട്, അവൻ നിഷ്കളങ്കമായി പറഞ്ഞു. അതാണ് കോൾ വന്നത് അറിയാഞ്ഞേ. തെണ്ടി, നീ ഫ്രീ ആവുമ്പോൾ വിളിക്ക്. വെരി ഓർക്കൻറ്റ്. ഓക്കെ ഇന്ദ്രൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് ജിത്തുവിന് ബോധം വന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരാ ഇന്ദ്ര? ചേട്ടനാണോ? അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു. അതെ. മോള് പോയി കഴിക്കാൻ ഉണ്ടാക്കി വെക്ക്, ഞാൻ ഫ്രഷായി ഇപ്പോൾ താഴേക്ക് വരാം, അവളുടെ നെറുകയിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു. എന്തു പറ്റി? ജിത്തുവിൻ്റെ സംസാരത്തിൽ ഗൗരവം കേട്ട് അവൾ ചോദിച്ചു. ഒന്നുമില്ല എൻ്റെ കൊച്ചേ, അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം? അവൾ സംശയത്തോടെ ചോദിച്ചു. സത്യം, അവൻ പറഞ്ഞു. അവൾ അത് കേട്ടതും അവനെ വിട്ടുമാറി റൂമിൽ നിന്നും അടുക്കളയിലേക്ക് പോയി. അവൾ പോയപ്പോൾ എണീറ്റ് ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. അവൾ ഗോതമ്പ് പൊടി എടുത്ത് ചപ്പാത്തി കുഴച്ച് വെച്ചു. കുക്കറിൽ കിഴങ്ങു കറി വെച്ചിട്ട് അവൾ ധൃതി പിടിച്ച് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. അവൻ ഫ്രഷായി വന്നപ്പോൾ ഡൈനിങ് ടേബിളിലെല്ലാം നിരന്നു. ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയോ? അവൻ പാത്രത്തിലിരിക്കുന്ന ഫുഡ് കണ്ട് അതിശയത്തോടെ ചോദിച്ചു. പാവം പെണ്ണ്, എല്ലാം പെട്ടെന്നുണ്ടാക്കിയല്ലോ. ഏട്ടൻ ഇരിക്ക്, അവൾ പ്ലേറ്റ് വെച്ചിട്ട് പറഞ്ഞു. നാളെ മുതൽ ഞാനും ചെയ്യാം, അവൻ ചപ്പാത്തി പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. അത് വേണോ? ഇന്ന് പെട്ടെന്ന് വെച്ചിട്ടാ, അവളും പ്ലേറ്റിലേക്ക് ചപ്പാത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ മാഡം, അവൻ ചിരിയോടെ പറഞ്ഞു. അവർ ഓരോന്നും സംസാരിച്ചു കൊണ്ട് കഴിച്ചോണി എണീറ്റു. കുഞ്ഞേ, എനിക്കൊന്ന് പുറത്ത് വേണം, ഉച്ചയ്ക്ക് നമുക്ക് പുറത്ത് പോവാം, ഒന്നും ഉണ്ടാക്കേണ്ട കേട്ടോ. അടുക്കള ക്ലീൻ ചെയ്ത് ആത്മജയുടെ ഇടുപ്പിൽ അവൻ്റെ കൈ ചുറ്റിപ്പരഞ്ഞു. അവൻ അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൊണ്ട് ചിത്രം വരച്ചു. അവൻ പതുക്കെ അവളുടെ ചെവിയിൽ പുറത്തു പോകുന്ന കാര്യം പറഞ്ഞു. എവിടേക്കാ പോകുന്നേ? അവൾ അവനിൽ നിന്നും അടർന്നു മാറി ചോദിച്ചു. എൻ്റെ പൊന്നോ, ഞാൻ ഒരു തെറ്റിനും പോവില്ല, എനിക്കുള്ളത് ഇവിടെന്ന് കിട്ടുമ്പോൾ. അവൻ പകുതിക്ക് വെച്ചു നിർത്തി. പിന്നെ ഉറക്കെ ചിരിച്ചു. ചീ, നാണമില്ലാത്ത മനുഷ്യൻ, പോയിട്ട് വാ, അവൾ അവനെ തള്ളി മാറ്റി പറഞ്ഞു. ഞാനൊരു ഡൗട്ട് ചോദിച്ചാൽ പറയോ? ഇന്നലെ ചോദിക്കാൻ മറന്നുപോയി. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. എന്നെന്താ? അവൾ അവൻ്റെ വരവ് കണ്ട് പിറകിലേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു. അവൾ ഭിത്തിയിൽ ചെന്ന് തട്ടി.
ചെവിയിൽ ചോദിക്കാം. അവൻ അവളുടെ ചെവിയോരം എത്തി. അയ്യോ പോയേ അവിടേന്ന് അവൻ ചോദിച്ചതിന് അവൾ കള്ള ഗൗരവത്തിൽ പറഞ്ഞു. അവളുടെ ഉത്തരം കേട്ട് അവൻ ഉറക്കെ ചിരിച്ചു. അവസാനം ആ ചിരി മാറി. അവൻ്റെ ശ്വാസം അവളിൽ തട്ടിയപ്പോൾ അവൻ നാണത്തോടെ അവനെ നോക്കാൻ മടിച്ചു. അവൻ അവളുടെ മുഖത്തെ ഭാവം കണ്ട് അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ തേൻ ചുണ്ട് സ്വന്തമാക്കി. അവൻ്റെ കൈ അവളുടെ മാറിലൂടെ ഒഴുകി നടന്നു. അവളെ കയ്യിൽ കോരിയെടുത്ത് കിച്ചൺ സ്റ്റേബിളിലേക്ക് ഇരുത്തി. സുന്ദരി മോളായി ഇരിക്ക്, ഞാൻ ഓടി വരാം. ഇപ്പോൾ ഏട്ടൻ പോയില്ലെങ്കിൽ മോൾ കുറേ വിഷമിക്കും. ഞാൻ ചോദിച്ചതിന് മറുപടി രാത്രി തന്നാൽ മതി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു. ഈ ഏട്ടൻ, അവൾ മുഖം പൊത്തിക്കൊണ്ട് പറഞ്ഞു. ദേ ഈ നാണമാണ് എന്നെ വീണ്ടും. അവൻ പറഞ്ഞു തീരും മുമ്പ് അവളുടെ കൈ അവൻ്റെ വാ പൊത്തി. വേഗം പോയിട്ട് എനിക്ക് ഇനി പിരിഞ്ഞിരിക്കാൻ വയ്യ. പറഞ്ഞില്ലെന്ന് വേണ്ട, അവൾ പ്രണയത്തോടെ പറഞ്ഞു. ഞാൻ പോയിട്ട് വേഗം വരാം. അവൻ അവളുടെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞിട്ട് അവളിൽ നിന്നും അകന്നു മാറി പുറത്തേക്ക് പോയി. അവൾ സാരി നേരെ എടുത്തിട്ട് ശേഷം അവൻ്റെ പുറകെ ഓടിച്ചെന്നു. അവൻ പോകുന്നത് നോക്കി നിന്ന ശേഷം ഡോർ അടച്ചു പൂട്ടി റൂമിലേക്ക് പോയി. അപ്പോഴാണ് അവൾ അവൻ്റെ സംശയം ഓർത്തത്. അവൾ നാണം തോന്നി. വേഗം റൂമിലേക്ക് ചെന്ന് ഇന്നലെ ഇട്ടിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് കഴുകാൻ ഇട്ടു. പിന്നെ അവൾ ഓരോ പണിക്കും വേഗം ചെയ്യാൻ തുടങ്ങി. അവളുടെ മനസ്സിൽ ജിത്തു എന്ന ഒരു വ്യക്തി മാത്രം തെളിഞ്ഞു വന്നു. അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. ഇത്രയും ശക്തിയുണ്ടോ ഭാര്യ ഭർത്ത ബന്ധം? ജിത്തു ആദ്യം ഫോണെടുത്തു ഇന്ദ്രനെ വിളിച്ചു. അവൻ അഡ്വക്കേറ്റ് പറഞ്ഞത് മൊത്തം ജിത്തുവിനെ അറിയിച്ചു. ജിത്തുവിൻ്റെ മനസ്സ് ഏറെ സന്തോഷിച്ചു. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു നീക്കമുണ്ടാകുമെന്ന് കരുതിയതല്ല. എല്ലാം ഇന്ദ്രൻ്റെ കഴിവാണ്. ജിത്തു, നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട. എല്ലാത്തിനും ഞാനും അർജുനുമുണ്ട്. അവൻ ആ പെണ്ണിനെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാ. നിന്റെ അളിയനെ ജയിലിൽ നിന്നും ഞാൻ ഇറക്കി നിന്റെ കയ്യിലേക്ക് തരും. ഇന്ദ്രൻ പറഞ്ഞു നിർത്തി. അവൻ്റെ ഉള്ളിലെ ആത്മാർത്ഥത ജിത്തുവിന് ഒരുപാട് സന്തോഷം നൽകി. കൂടപ്പിറപ്പുകൾ പോലും ഇത്ര ആത്മാർത്ഥത കാട്ടില്ല. എടാ, എന്താ ഞാൻ പറയേണ്ടത്? എൻ്റെ കൊച്ചിൻ്റെ സന്തോഷത്തിന് ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. അതിൽ നീയും അർജുനും കൂടി. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഉറ്റി വീണുകൊണ്ടിരുന്നു. അത്രയും താൻ ഇപ്പം തൻ്റെ പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. മതി ഇപ്പം. നിന്റെ മധുവിധു അല്ലേ? അടിച്ചു പൊളിക്ക്. വേറെയൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട. ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കേടാ. ഇവൻ ഇന്ദ്രന് നന്ദി പറഞ്ഞിട്ട് ഫോൺ വെച്ചു. പിന്നെ വണ്ടിയെടുത്ത് അവൻ്റെ സ്ഥാപനത്തിലേക്ക് വിട്ടു. അവിടെ എത്തി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് എല്ലാവർക്കും ജോലി ഏൽപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അവൻ കൂട്ടുകാരായി പലരോടും കാര്യങ്ങൾ വിശദീകരിച്ചു. എങ്ങനെയും ദേവിയെ കണ്ടെത്തണം, അതുമാത്രമാണ് അവൻ്റെ മനസ്സിൽ. ഇല്ലെങ്കിൽ അർജുൻ തന്നെ കൊല്ലും. അവർ പല വഴി അന്വേഷിച്ച് ആരംഭിച്ചു. പോലീസ് പരാതി കൊടുക്കാൻ കൂട്ടുകാരിൽ പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ അതിലൂടെ അപകടം വിനയചന്ദ്രന് നന്നായി അറിയാം. ഇത് ആരും അറിയാൻ പാടില്ല. ആളെ കണ്ടെത്തിയാൽ ആ നിമിഷം മൊത്തം സ്വത്തും അവൾക്ക് എഴുതി കൊടുക്കും. ജീവൻ കൊണ്ടും എവിടെയെങ്കിലും പോയി പണിയെടുത്ത് ജീവിക്കുക. അവൻ്റെ മനസ്സിൽ അതാണ് പ്ലാൻ. ഓരോ ദിവസവും കഴിയും തോറും അവൻ്റെ ഉള്ളിൽ ഭയം ഏറി വന്നു. തനിക്ക് ദേവിയെ കണ്ടെത്താൻ പറ്റില്ലേ? അതിലൂടെ തന്നെ അർജുൻ കൊല്ലും. അവൻ പേടിച്ചിട്ട് വീട്ടിൽ നിന്നും എങ്ങും പോവാറില്ല. റൂമിൽ അടച്ചു പൂട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അമ്മ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. വഴക്കിന് ശേഷം രണ്ടുപേരും ഒന്നും മിണ്ടിയിട്ടില്ല. ഇരുവരിലും വാശി ഉടലെടുത്തിരുന്നു. മകൻ്റെ മാറ്റത്തിന് അമ്മയ്ക്ക് വേദന ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഉള്ളിൽ ഒരുപാട് വിഷമം അവരിൽ ഉണ്ട് ഇപ്പോൾ. ദേവിയെ കണ്ടെത്തിയാൽ സ്വത്ത് മൊത്തം കയ്യിൽ നിന്നും പോവും. കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ മകൻ്റെ ജീവന് പോകും. ഏതാണ് എനിക്ക് വലുത്? മകൻ്റെ ജീവൻ തന്നെയാണ് വലുത്. എന്നാൽ അതിലും വലുത് സ്വത്ത് തന്നെയല്ലേ? സ്വത്ത് മൊത്തം പോയിട്ട് പിച്ചക്കാരനായ മകനെ കിട്ടിയിട്ടെന്താ കാര്യം? അവൾ ചത്താ മതിയായിരുന്നു. അവളുടെ മനസ്സിൽ പ്രാർത്ഥിച്ചു. ജിത്തു പറഞ്ഞതുപോലെ ആത്മജയുമായി പുറത്തു പോയി. വൈകിട്ട് വരെ ഷോപ്പിംഗ്, അതിനുശേഷം ഫുഡിങ്. അവളുടെ ഇഷ്ടങ്ങൾ ഓരോന്നും അവൻ ചോദിച്ചു കൊണ്ടിരുന്നു. അവളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അവൻ ചിരിയോടെ കേട്ടിരുന്നു. ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആത്മജ സ്കൂളിൽ നിന്നും പോയ യാത്രകൾ വിശദീകരിക്കുന്നത് അവനിൽ
കൗതുകമുണർത്തി. രാത്രി ഏറെ വൈകിയാണ് ഇരുവരും വീട്ടിലെത്തിയത്. അവരുടെ സ്നേഹം പരസ്പരം പങ്കുവെച്ച് അവർ ഉറക്കത്തിലേക്ക് പോയി. ഈ സമയം വിനയചന്ദ്രന് ഒരു കോൾ വന്നു. കോട്ടയത്ത് വെച്ച് ദേവി ഒരുത്തൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഇരുന്ന് പോകുന്നത് കണ്ടു എന്നായിരുന്നു വാർത്ത. കണ്ടവർ അവരെ പിന്തുടർന്നെങ്കിലും ടൗണിൽ തിരക്കിൽപ്പെട്ട് കാണാതെയായി. എന്നാൽ കുഴപ്പമില്ല, ദേവി ജീവനോടെ ഉണ്ടല്ലോ, ഇനി കണ്ടെത്താം. അവൻ്റെ മനസ്സിൽ ആദ്യമായി പ്രതീക്ഷയുടെ തിരിനാളം തെളിഞ്ഞു. തൻ്റെ പ്രാർത്ഥന ദൈവം ആദ്യമായി കേട്ടിരിക്കുന്നു. അവൻ പെട്ടെന്ന് ഡ്രസ് മാറി അമ്മ കിടക്കുന്ന റൂമിൽ അടുത്തെത്തി. റൂമിൻ്റെ വാതിൽ പതുക്കെ തുറന്ന് തല ഉള്ളിലേക്കിട്ടു. കട്ടിൽ കിടക്കുന്ന അമ്മയെ വിളിച്ചു. അവർ അവനെ ദേഷ്യത്തിൽ നോക്കി. എനിക്കൊന്നും കോട്ടയം വരെ പോണം. എന്ന് വരുമെന്ന് അറിയില്ല. എൻ്റെ കൂടെ ദേവി കാണും, അത് ഉറപ്പാണ്. അത്രയും പറഞ്ഞിട്ട് അവൻ കാറിൽ നിന്ന് കീയെടുത്ത് പുറത്തേക്ക് പോയി. മകൻ്റെ പോക്ക് കണ്ട് അമ്മയുടെ മുഖം വീണ്ടും കറുത്തു. അവളെ കിട്ടിക്കാണും. ഇന്ന് കൂടി സുഖസൗകര്യം പറ്റി ജീവിക്കാം. അവരുടെ ഉള്ളിൽ രോഷം പുറത്തേക്ക് പോയി. നാളെ വല്ല കടത്തിണ്ണയിലും പോയി കിടക്കാം. മകൻ്റെ കാർ ദൂരേക്ക് പോയതും അവർ ഡോർ വലിച്ചടച്ചു. ഒരു പിച്ചക്കാരിയായി ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ്, അവർ കലിയോടെ ചിന്തിച്ചു. പിന്നെ മനസ്സിൽ ധൈര്യപ്പെടുത്തി റൂമിലേക്ക് പോയി. വാതിൽ വലിച്ചടച്ചു. അവർ ആരെയും കാണാൻ ആഗ്രഹിച്ചില്ല. ഇനിയൊരു ജീവിതം വേണ്ടെന്ന് അവർ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. ആ സമയം അവരുടെ കണ്ണുകൾ മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് നീണ്ടു. നാളെ മുതൽ ഞാനും വരും കാഫേയിൽ. അമ്മയെ കാണാൻ കൊതിയാകുന്നു. നാളെ തന്നെ കൂട്ടിക്കൊണ്ടുവരണം നമുക്ക്. അവൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. എൻ്റെ പെണ്ണെ, എല്ലാം ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ കൂടെ പോരെ. ഇടയ്ക്ക് ഞാൻ നിനക്ക് മധുരമുള്ള സമ്മാനങ്ങൾ അങ്ങോട്ട് തരാം. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടും തന്നാൽ മതി. ഇപ്പോൾ ഏട്ടാ എന്ന് പറഞ്ഞ് കാറിക്കൂവി തന്നില്ലേ, അതുപോലെ. അവിടെ ചെവിയോരം എത്തി മുഖം കൊണ്ട് ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ പുളഞ്ഞുപോയി. അവനെ തടുക്കാൻ അവൾ അശക്തിയായിരുന്നു. ചീ, ഈ മനുഷ്യൻ അല്പം പോലും നാണല്ലേ? അവൻ്റെ വായ പൊത്തിക്കൊണ്ട് അവൾ കള്ളദേഷ്യത്തിൽ പറഞ്ഞു. എന്തിന് എനിക്ക് നാണം? എൻ്റെ നാണം മൊത്തം എടുത്തിട്ട് പാവം ഞാൻ. പൊത്തിപ്പിടിച്ച കയ്യിൽ അമർത്തി ചുംബിച്ചു കൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? എനിക്കൊന്നും അറിയില്ല. അവളുടെ ചുണ്ടിൽ ചിരി വിടർന്നു. ഒന്നും ചെയ്തില്ലേ? ഒന്നും അറിയില്ല പോലും. വേണ്ടെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞു. കേട്ടോ നീ? എനിക്ക് താ എന്നും കരഞ്ഞ് ഞാനാണോ? അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊയ്ത്തിക്കൊണ്ട് പ്രേമത്തോടെ പറഞ്ഞു. പോ അവിടുന്ന്. അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നു. അപ്പോഴും അവളുടെ ചുണ്ടിൽ ചിരി നിറഞ്ഞിരുന്നു. എന്നാലും എനിക്കിഷ്ടായി. ഹോംവർക്കിന് അടുത്ത മാസം റിസൾട്ട് ഉണ്ടായാൽ മതി. അവൻ ചിരിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ കഴുത്തിലൂടെ അവൻ്റെ മുഖം ഓടി നടന്നു. ഒന്നും മിണ്ടാതെ കെടാ, അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. കള്ള ഗൗരവത്തിൽ പറഞ്ഞു. പറ്റൂല, എനിക്ക് എൻ്റെ പെണ്ണിനെ ഇങ്ങനെ കിടത്തി വേണം കിടക്കാൻ. അവൻ അവളുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഏട്ടാ. അവൾ അവൻ്റെ നെഞ്ചിൽ വിരൽ ഓടിച്ച് കൊഞ്ചിക്കൊണ്ട് വിളിച്ചു. പറ എൻ്റെ പെണ്ണേ. അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് പ്രേമത്തോടെ ചോദിച്ചു. എനിക്കിപ്പോൾ റിസൾട്ട് അറിയണ്ട. 1 കൊല്ലം കഴിഞ്ഞിട്ട് മതി. അവൾ അതിവേഗ ഗൗരവത്തിൽ പറഞ്ഞു. അടിപൊളി. ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നേ? അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. അവൻ അല്പം ഒച്ച ഇട്ടുകൊണ്ട് പറഞ്ഞു നിർത്തി. അവൻ്റെ ഒച്ച കേട്ട് അവൾ അവനെ പേടിയോടെ നോക്കി. എനിക്കറിയോ? അവൻ്റെ ഒച്ച കേട്ട് പേടിച്ചു കൊണ്ട് പറഞ്ഞു. നമുക്ക് നോക്കാം. നാളെ ഹോസ്പിറ്റലിൽ പോവാം. ഡോക്ടർ പറയുന്നത് പോലെ കേൾക്കാം. ഇപ്പോൾ എൻ്റെ കുട്ടി ഉറങ്ങിക്കോ. അവളുടെ പേടിച്ച മുഖം കണ്ടപ്പോൾ അവന് അവളോട് വാത്സല്യം തോന്നി. അവളെ നോക്കി ചിരിച്ച് ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു. ഏട്ടാ. അവൾ അവൻ്റെ മുഖത്ത് വിരൽ കൊണ്ട് ഓടിച്ചുകൊണ്ട് വിളിച്ചു. പറ. ഞാൻ അവളുടെ കൈ സ്വന്തമാക്കി ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. എന്നോട് ദേഷ്യമായോ? അവൾ പേടിയോടെ ചോദിച്ചു. എന്തിന്? നീയാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അമ്മ ആവാൻ നിനക്ക് പറ്റുമോ? അപ്പോൾ മതി. പിന്നെ ഒരു കാര്യം, അതിൻ്റെ പേരിൽ എന്നെ പട്ടിണി കിടത്തരുത്. എനിക്ക് എന്നും വേണം. അവൻ അല്പം ഗൗരവത്തോടെ കളിയായും പറഞ്ഞു. എൻ്റെ ഈശ്വരാ.
അവൾ മുകളിലേക്ക് നോക്കി വിളിച്ചുപോയി. വിളിച്ചോ, എന്നെ നീ സഹിച്ചേ പറ്റൂ. അവൻ അവളെ വീണ്ടും സ്വന്തമാക്കിക്കൊണ്ട് പറഞ്ഞു. അവരുടെ സ്നേഹം ആ വീട്ടിൽ അങ്ങനെ നിറഞ്ഞു നിന്നു. വിനയചന്ദ്രൻ കാർ അതിവേഗം കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് കുതിച്ചു. അവൻ എത്തിയപ്പോൾ കൂട്ടുകാരൻ അയാളുടെ ഭാര്യയും പുറത്തു പോവാനുള്ള തിരക്കിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ വരുമെന്ന്. അവൻ ധൃതിയിൽ കണ്ട് വിനയചന്ദ്രൻ ദേഷ്യം വന്നു. എൻ്റെ പൊന്നളിയ, എൻ്റെ ഭാര്യ, അവളെ നിനക്കറിയില്ലേ? അവൾക്ക് ദേഷ്യം വന്ന് കണ്ണ് കാണില്ല. ഇപ്പോൾ എന്തോ മേടിക്കണം പോലും. പിന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് നീ നോക്ക്. ആ കിടക്കുന്ന സാധനങ്ങൾ മൊത്തം അവൾ എറിഞ്ഞ് പൊട്ടിച്ചു. ഇനി വല്ലതും എതിർത്ത് പറഞ്ഞ എൻ്റെ ജീവൻ അവൾ എടുക്കും. കൂട്ടുകാരൻ പതുക്കെ പറഞ്ഞിട്ട് മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളിലേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു കൊണ്ട് പറഞ്ഞു. എടാ, എനിക്ക് ദേവിയെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം കോഞ്ഞാട്ടയാ. നിന്നോട് എല്ലാം ഞാൻ പറഞ്ഞതല്ലേ. നീ എന്നെ സഹായിച്ചേ പറ്റൂ, പ്ലീസ്. വിനയചന്ദ്രൻ വിഷമത്തോടെ പറഞ്ഞിട്ട് സെറ്റിയിലേക്ക് ഇരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് പോ. നാളെ നമുക്ക് കോട്ടയത്ത് പോവാം, കൂട്ടുകാരൻ അവനോട് പറഞ്ഞു. അവൻ്റെ സൗണ്ടിൽ വിഷമം വിനയചന്ദ്രന് മനസ്സിലായപ്പോൾ അവനെ നോക്കി ശരി എന്ന് തലയാട്ടി കാണിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. അവൻ്റെ ഉള്ളിൽ വീണ്ടും വേദന നിറഞ്ഞു. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമെന്ന് കരുതിയാണ് ഇപ്പോൾ എല്ലാം തകർന്നു. അവളെ ഇറക്കി വിട്ട ആ സമയത്തെ അവൻ ശപിച്ചു. എല്ലാത്തിനും കാരണം തൻ്റെ ആർത്തിയാണ്. അവൻ്റെ കാർ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ ആളുകളെ കൊണ്ട് ആ വീടും റോഡും നിറഞ്ഞിരുന്നു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. വീട്ടിൽ പോർച്ചിലൊക്കെ കയറ്റി കാർ നിർത്തി. അകത്തേക്ക് കയറിയപ്പോൾ അവനെ എതിരേറ്റ കേരള പോലീസ്. അവൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് റൂമിൽ നിന്നും വിനയചന്ദ്രൻ അമ്മയുടെ ബോഡി പുറത്തേക്ക് സ്ട്രെച്ചറിൽ എടുത്ത് ആംബുലൻസിൽ കയറ്റിയിരുന്നു. വെളുപ്പിന് ഇന്ദ്രനെ വിളിച്ച് അർജുൻ വിനയചന്ദ്രൻ അമ്മയുടെ മരണവാർത്ത അറിയിച്ചു. ഇന്ദ്രൻ ജിത്തുവിനെയും അറിയിച്ചു. അറിഞ്ഞെങ്കിലും ആരും അങ്ങോട്ട് പോവാൻ കൂട്ടാക്കിയില്ല. ഒരാഴ്ച അങ്ങനെ വിനയചന്ദ്രൻ വെറുതെ വിടാൻ മൂവരും തീരുമാനിച്ചു. ജിത്തുവിൻ്റെയും ആത്മജയുടെയും പ്രണയം ഓരോ ദിവസവും കഴിയുന്തോറും വർദ്ധിച്ചു വന്നു. അമ്മ കൂടിയെത്തിയതോടെ ആത്മജ ഏറെ സന്തോഷിച്ചു. പകൽ ജിത്തുവിൻ്റെ കൂടെ ആത്മജ കഫയിലേക്ക് പോവും. അവരുടെ സ്നേഹം കണ്ട് പലരിലും അസൂയ ജനിപ്പിച്ചു. ജിത്തു ഈ വിധം ഒരിക്കലും മാറുമെന്ന് കരുതിയതല്ല പലരും. അനാവശ്യ കൂട്ടവും മദ്യപാനവും ഇല്ലാത്ത നാളുകൾ. അതിൻ്റെ ഇടയിൽ വിഷ്ണുവിനെ പുറത്ത് കൊണ്ടുവരാൻ ഇന്ദ്രനും അർജുനും വേണ്ടത് ചെയ്തു കൊണ്ടിരുന്നു. പലകുറി ആത്മജ അറിയാതെ ജിത്തു വിഷ്ണുവിനെ കാണാൻ പോയി. അതുമാത്രമല്ല, ജിത്തു ആത്മജയ്ക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനുള്ള അഡ്മിഷൻ റെഡിയാക്കി. അഡ്മിഷൻ കിട്ടിയ നിമിഷങ്ങൾ മുതൽ ആത്മജ വളരെ സന്തോഷവതിയായിരുന്നു. ഏട്ടാ, ആത്മജ ആദ്യമായി കോളേജിലേക്ക് പോവുകയാണ് ഇന്ന്. അവൾ കണ്ണാടിയിലിൻ്റെ മുന്നിൽ നിന്നും മുടി ചീവുമ്പോൾ റെഡിയായി നിൽക്കുന്ന ജിത്തുവിനെ നോക്കി വിളിച്ചു. ഫോണിൽ നിന്നും മുഖം ഉയർത്തി അവളെ നോക്കി പുരുകം ഉയർത്തി ചോദ്യഭാവത്തിൽ മൂളി. അതെ, അവിടെ നല്ല ചുള്ളന്മാരുണ്ടാവും. അവൾ ചുണ്ടു കടിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു. അതിന്? അവൻ ഫോൺ ബെഡിലേക്ക് ഇട്ടിട്ട് അവളുടെ അടുത്ത് പോയി നിന്നു. അവൻ അവളെ അടിമുടി നോക്കി. ഡ്രോ തുറന്ന് ഒന്ന് പരതിയ ശേഷം അന്വേഷിച്ച സാധനം കിട്ടിയപ്പോൾ അത് കൈ എടുത്ത് തുറന്നു. അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് നെറുകയിൽ പുരട്ടി കൊടുത്തു. ഇത് എൻ്റെ മോള് ഇട്ടിട്ട് പോയാൽ മതി. പിന്നെ ആ ചെറിയ മാലയിൽ ആ താലി അങ്ങ് ഇട്ടോ. അവൻ അവളെ കണ്ണാടിയിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു. കുശുംബൻ അവൻ്റെ മുഖത്ത് കൈവച്ച് ചിരിയോടെ പറഞ്ഞു. അതെ, ഞാൻ എൻ്റെ കാര്യത്തിൽ ഒരു കുശുംബൻ തന്നെ. ആരെങ്കിലും എൻ്റെ മോളെ വായി നോക്കിയ ബാക്കി പിന്നെ. ഇപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അവളുടെ കയ്യിൽ അവൻ പിടിച്ചുകൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു. അയ്യടാ, ഇപ്പോൾ ഒന്നും തോന്നണ്ട. ഫസ്റ്റ് ഡേ നേരത്തെ പോണം, വാ. അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞിട്ട് ബാഗും എടുത്ത് റൂമിൽ നിന്നും ഓടി. ഒരുമ്മയെങ്കിലും തന്നിട്ട് പോടി തണ്ടി. അവൻ അവളെ നോക്കി പറഞ്ഞിട്ട് മുഖം വീർപ്പിച്ച് പിടിച്ചു. ഇല്ല, ഇപ്പോൾ ഉമ്മ തന്നാൽ ശരിയാവില്ല, എനിക്കറിയാലോ. ഇങ്ങോട്ട് വാ ഏട്ടാ. അവൻ പറച്ചിൽ കേട്ട് പുറത്തേക്ക് ഓടിയ ആത്മജ ഡോറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു. ഓ, വലിയ ആളായി പോയി. ഇങ്ങോട്ട് തന്നാലല്ലേ വരുന്നത് കാണാം. അവൻ കാറിൻ്റെ കീ കയ്യിലെടുത്ത് കറക്കിക്കൊണ്ട് പറഞ്ഞു. കാണാം. അവൾ ചിരിയോടെ കയ്യിൽ കരുതി.
കരുതിയ ചെറിയ മാലയിലേക്ക് താലിയിട്ടു, കഴുത്തിൽ അണിഞ്ഞു. അവൻ താഴെ ചെല്ലുമ്പോൾ അമ്മ അടുക്കളയിൽ പണിയിലായിരുന്നു. "അമ്മ, ഞാൻ ഇറങ്ങി," അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. "പോയിട്ട് വാ മോളെ." അമ്മ അവളുടെ നെറുകയിൽ ചുംബിച്ച് ടിഫിൻ ബോക്സ് എടുത്ത് കയ്യിൽ കൊടുത്തു. അത് മേടിച്ച് ബാഗിലേക്ക് വെച്ചിട്ട് അമ്മയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് ജിത്തുവിൻ്റെ ഒപ്പം കോളേജിലേക്ക് യാത്രയായി. "ഏട്ടാ," അവൾ എൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് വിളിച്ചു. "താങ്ക്സ്," അവൾ കരച്ചിലടക്കി പറഞ്ഞു. "നിനക്കെന്ത് വട്ടാണോ?" അവളെ വഴക്ക് പറഞ്ഞിട്ട് അവളെ അടർത്തു മാറ്റി. "എനിക്ക് വേണ്ടി ഏട്ടൻ." അവൾ പറഞ്ഞു തുടങ്ങിയതും അവളെ ദേഷ്യത്തിൽ നോക്കി. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ പറയാൻ വന്നത് പകുതിയിൽ നിർത്തി അവൾ നേരെയിരുന്നു. "നിർത്ത്, മതി. നിനക്ക് വേണ്ടി ഞാനല്ലാതെ നിന്റെ മറ്റവൻ വരുമോ ഇതൊക്കെ ചെയ്യാൻ?" അവളുടെ കോപ്പിലെ കരച്ചിൽ. "ഇനി ഇതുപോലെ ഓരോന്നും പറഞ്ഞ് കരഞ്ഞാൽ നല്ല അടി കിട്ടും. അല്ലെങ്കിൽ റിസൾട്ട് വേഗം ഞാൻ തരണോ?" അവൻ വർദ്ധിച്ച ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവളെ നോക്കി ദഹിപ്പിച്ചു. "വേണ്ട." പെട്ടെന്ന് ഓർത്തപ്പോൾ സോറി അവൾ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു. "അപ്പോൾ എൻ്റെ മോള് ഒന്നും ഓർക്കണ്ട. എൻ്റെ കാശ് കളയാതെ പഠിച്ചാൽ മതി. വന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട്," അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ അവളുടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു കൊടുത്തു. "എന്ത് കാര്യങ്ങൾ?" അവൾ സംശയത്തോടെ ചോദിച്ചു. "രാവിലെ എനിക്ക് തരാത്ത ഒരു സാധനമില്ലേ?" അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "അയ്യേ." അവളിൽ സങ്കടം എങ്ങോ പോയി. അവൾ എല്ലാം മറന്നു ചിരിച്ചു. അവളെ കോളേജിലാക്കിയ ശേഷം ജിത്തു കാഫേയിലേക്ക് പോയി. അമ്മയുടെ മരണശേഷം വിനോദ് ചന്ദ്രൻ പുറത്തേക്കൊന്നും പോവാതായി. അവൻ്റെ മനസ്സിൽ വല്ലാതെ തകർന്നു. എല്ലാത്തിനും കൂടെ നിന്ന അമ്മ പെട്ടെന്ന് പോയപ്പോൾ അവൻ്റെ തകർച്ച പൂർണ്ണമായെന്ന് മനസ്സിലായി. അപ്പോഴും ദേവിയെന്ന പ്രശ്നം അവനെ അലട്ടിയിരുന്നു. പലകുറി അർജുൻ വിളിച്ചിരുന്നു. തൻ്റെ അവസ്ഥ അവനിൽ ഒരു അനുകമ്പയും ഉണ്ടാകില്ല. അല്ലെങ്കിലും താൻ ആരെയാണെന്ന് അനുകമ്പയോടെ നോക്കിയിട്ടുള്ളത്? എല്ലാവരെയും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. സ്വന്തം അച്ഛനെ എന്തെല്ലാം ചെയ്തു? താൻ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത അനുകമ്പ ദയവും മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. എങ്ങനെയും ദേവിയെ കണ്ടെത്തണം. അവൾക്ക് അവകാശപ്പെട്ടത് തിരിച്ചു കൊടുക്കണം. എന്നിട്ടുള്ളത് കൊണ്ട് ജീവിക്കണം. ദേവി സമ്മതിച്ചാൽ അവളുടെ കൂടെ ഇനി തെറ്റുകൾ തിരുത്തി ജീവിക്കണം. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയി. ഏറെ നാളുകൾക്ക് ശേഷം വിനയചന്ദ്രൻ ബോധം കെട്ട് ഉറങ്ങി. തനിക്കിനി ആർത്തിയില്ല. അവളുടെ സ്നേഹം കരുതലും അതാണ് ആവശ്യം. അവളെപ്പോലെ ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനായി പോയി താൻ. അവൻ ഓരോന്നും ആലോചിച്ചു കൊണ്ട് കിടന്നു. അവൻ്റെ ഉള്ളിൽ ദേവി എന്ന ഭാര്യ തെളിഞ്ഞു വന്നു. അവളുടെ ചിരി, അവളുടെ ഏട്ട എന്ന വിളി എല്ലാം അവൻ്റെ മനസ്സിൽ കൂടി ഓടി നടന്നു. ഈ സമയം ജിത്തുവിൻ്റെ വീട്ടിലേക്ക് ഒരു കാർ ഇരച്ചു കയറി വന്നു. കാറിൽ നിന്നും ഇറങ്ങി ബാഗും എടുത്ത് വന്നവൻ ഷൂ ഊരി ചപ്പൽ സ്റ്റാർട്ടിംഗ് വെച്ചിട്ട് വാച്ചിലേക്ക് നോക്കി. ടൈം 11:45 PM. സിറ്റൗട്ടിൽ ലൈറ്റ് കണ്ടെത്തി അത് തെളിച്ച് ചിരിയോടെ ബെൽ അമർത്തി ഡോറിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് ഡോർ തുറക്കുന്നത് നോക്കി ക്ഷമയോടെ നിന്നു.